പക്ഷേ അവിടെ പോസിറ്റീവായ ഒരു കാര്യം പ്രശാന്ത് ചെയ്തു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാനുവൽ ലംഘിച്ചു എന്നത് സാങ്കേതികമായി നിലനിൽക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പത്മകുമാർ കൊടുത്തു വിട്ടതുപോലെ കൊടുത്തു വിട്ടില്ല. പകരം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ലെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ സമ്മതിച്ചിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പകരം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൃത്യമായിട്ടും ചട്ടപ്രകാരം കയ്യിൽ കൊടുത്തു വിട്ടു, ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് അവിടെ PS പ്രശാന്ത് അതേ ഉള്ളൂ. മാത്രമല്ല, ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണപ്പാളിയിൽ 2 ഗ്രാം കൂടുതലുമുണ്ട്. കണക്കുകൾ പ്രകാരം നമ്മളത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സാങ്കേതികമായി PS പ്രശാന്ത് ഈ കേസിൽ കുടുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, എൻ വാസുവിൻ്റെ കാര്യത്തിൽ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കും. പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാർ ഇതിൽ ഏതെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇതിന് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. അവിടെ മുരാരി ബാബുവിൻ്റെയും ഈ സുധീഷ് കുമാറിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ മാഫിയ സംഘത്തിൻ്റെ നിസ്സഹായരായി നിന്ന ദേവസ്വം ബോർഡിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാറ്റമുണ്ടാകുമെന്ന സർക്കാരിൻ്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ ദേവസ്വം ബോർഡ് വരണം, കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നടക്കട്ടെ. അത് ഈ കേസിൽ മാത്രമല്ല, പ്രയാറിൻ്റെ കാലത്ത് സ്വർണ്ണമടിച്ചു പാത്രത്തിൻ്റെ പേരിൽ 1.5 കോടിയിലധികം രൂപ മോഷ്ടിച്ച കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ കേസൊക്കെ അന്വേഷിക്കപ്പെടുകയും ഉത്തരവാദിത്വത്തോടുകൂടി ആ കേസിന് പിന്നാലെ പോവുകയും ചെയ്യണം. ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.